ത്രിയേക ദൈവത്തിന് സ്തുതി. വലിയ നോമ്പ് എന്ന് പറയുന്നത് ഉപവാസത്തിന് കാലം മാത്രമല്ല, മറിച്ച് പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് അടുക്കിലേക്ക് വരുവാനുള്ള ഒരു അനുഗ്രഹീത സമയം കൂടിയാണ്. യേശു തൻ്റെ പൊതുശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിവസം മരുഭൂമിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയുമായിരുന്നു. കഷ്ടങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും നടുവിൽ യേശു ശക്തനായി തീർന്നത് പ്രാർത്ഥനയിലൂടെയായിരുന്നു. പ്രാർത്ഥന എന്നത് വെറും വാക്കുകളുടെ കൂട്ടമല്ല, മറിച്ച് ഹൃദയം തുറന്ന് ദൈവത്തിൽ സംസാരിക്കുന്നതും അവൻ്റെ സാന്നിധ്യത്തിൽ നിശബ്ദരാകുന്നതുമാണ് പ്രാർത്ഥന. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നിരന്തരമായി പ്രാർത്ഥിപ്പീൻ. അതെ, ഈ വലിയ നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തിരക്കുള്ള നമ്മുടെ ജീവിതത്തിലും ദൈവത്തിനു വേണ്ടി സമയം കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ്. ഉപവാസം ശരീരത്തെ ശാന്തമാക്കുമ്പോൾ പ്രാർത്ഥന മനസ്സിനെ ഉണർത്തുന്നു. പ്രാർത്ഥനയില്ലാതെ ഉപവാസം പൂർണ്ണമാകുന്നില്ല. പ്രിയരെ, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിലേക്ക് മാത്രം ചുരുങ്ങരുത്, മറിച്ച് ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പഠിക്കേണ്ടത് ഈ വലിയ നോമ്പിന്റെ ലക്ഷ്യമാണ്. അപ്പോൾ ഭയം വിശ്വാസമായി മാറുകയും ദുഃഖം പ്രത്യാശയായി മാറുകയും ചെയ്യും. പ്രാർത്ഥനയുടെ കൂടിയ നോമ്പ് ദൈവത്തിന് പ്രസാദകരമാട്ടെ എന്ന് ആശംസിക്കുന്നു.